ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നീ എവിടെ നിറങ്ങാൻ പോയതാടി? ഞാൻ എല്ലാ ദിവസവും വണ്ടി എടുത്ത് എങ്ങോട്ടേക്കാ ഇറങ്ങാൻ പോകുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. നീ വണ്ടി എടുത്തോണ്ട് എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്തൊക്കെ ബിസിനസ് ആണെന്നുള്ളത് ആർക്കറിയാം? തുണി എടുത്തോണ്ട് രാവിലെ ഇറങ്ങും, തുണിക്കച്ചവടം. നീ ഇന്ന് രാവിലെ കെട്ടിയൊരുക്കി പോയത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. 8 വർഷം എന്നെ ജയിലിൽ കിടത്തി നരകിപ്പിച്ച അവനായിട്ടുള്ള നിന്റെ പുതിയ കച്ചവടം എന്താണെന്ന് എനിക്കറിയണം. നോക്കി പിടിപ്പിക്കുന്നോടി. അവൾക്കേ വേറെ വല്ല ദുരുദ്ദേശം കാണും. അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക. സ്വന്തം തന്ത. ദേ, ഇനി നീ അവനെ കാണരുത്, മിണ്ടരുത്. ഞാൻ പറയുന്ന അനുസരിച്ചാ ഇവിടെ എല്ലാവർക്കും നല്ലത്. ഞാൻ ആരെ കാണണം, ആരോട് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞാനാ. ബാലമാമ എനിക്ക് വേറൊരു മാമനല്ല, എന്റെ അച്ഛനാ. ഞാൻ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഇന്നേ വരെ കണ്ടത് എന്റെ മാമനെയാ. ഈ നിമിഷം വരെ നിങ്ങളെ ഞാൻ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല, ഇനി അങ്ങോട്ട് കാണുമില്ല. പിന്നെ ജന്മം തന്നതുകൊണ്ട് മാത്രം അച്ഛനാവില്ല, അതിനുള്ള യോഗ്യതയും കൂടി വേണം. എന്നാ ഒരു കാര്യം ചെയ്യടി, നീ നിന്റെ മാമന്റെ കൂടെ പോയി പൊറുക്കടി. അവളൊരു തുണിക്കച്ചവടം. ചേച്ചി പ്ലീസ് ചേച്ചി. അവളുടെ ഒരു ചേച്ചി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാതില് തുറക്കച്ചാ. അച്ഛാ അച്ഛാ വാതില് തുറക്കച്ചാ. അച്ഛാ അച്ഛാ തുറക്ക്. ഞാൻ പറയാതെ ഈ കഥ തുറക്കരുത്. അച്ഛാ വാതില് തുറക്കച്ചാ. അച്ഛാ ഒന്ന് തുറക്കച്ചാ വാതില്.